ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും സ്ത്രീധന പീഡനം ചർച്ചയാവുകയാണ്. നോക്കാം വിശദമായി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിന് പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള മർദ്ദനവും പീഡനവും വീണ്ടും ചർച്ചയാവുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ശരണ്യ എം ചാരു എന്ന പ്രൊഫൈലിലാണ് കുറിപ്പ് വൈറലാകുന്നത്. പെൺകുഞ്ഞുങ്ങളോടാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളോടാണ് പ്രത്യേകമായിട്ട് എന്ന ക്യാപ്ഷനോടെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആര് പറഞ്ഞാലും അംഗീകരിച്ച് കൊടുക്കരുതെന്ന് കുറിപ്പിൽ പറയുന്നു. അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്ത്രീകളാകാതിരിക്കുക എന്നത് നിങ്ങളോട് ചെയ്യേണ്ട മിനിമം മര്യാദയും ബഹുമാനവുമാണെന്ന് ശരണ്യ എം ചാരു കുറിപ്പിൽ പറയുന്നു. സ്ത്രീധനം വാങ്ങാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കന്മാരെ വേണ്ട എന്ന് പെൺകുട്ടികൾ ഇനിയെങ്കിലും സ്വയം തീരുമാനിക്കാൻ തയ്യാറാകണമെന്ന് കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം: പെൺകുഞ്ഞുങ്ങളോടാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളോട് പ്രത്യേകമായിട്ട്. കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആര് പറഞ്ഞാലും, സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും അംഗീകരിച്ചു കൊടുക്കരുത്. അതൊരു ഹിമാലയൻ കള്ളമാണ്. പഠിക്കുക, സ്വന്തമായി ഒരു ജോലി നേടുക. കുടുംബം മൊത്തത്തിൽ നോക്കാൻ മാത്രം വരുമാനമുള്ള ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും അവനവന്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളിന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു ജോലിയെങ്കിലും നിങ്ങൾ തീർച്ചയായും സമ്പാദിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല അതിൻ്റെ ആഴം. അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്ത്രീകളാകാതിരിക്കുക എന്നത് നിങ്ങളോട് ചെയ്യേണ്ട മിനിമം മര്യാദയും ബഹുമാനവുമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇഷ്ടങ്ങൾ ഇതൊന്നും മറ്റൊരാളിൻ്റെ കാശിനും സമയത്തിനും വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് കുറഞ്ഞത് നിങ്ങൾക്കെങ്കിലും സ്വയം ഉണ്ടായിരിക്കണം. ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ, ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ തോന്നിയാൽ, പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ തോന്നിയാൽ മറ്റൊരാളെ കാത്തു നിൽക്കാതെ, അയാൾക്ക് വേണ്ടി സമയം കളയാതെ അത് ചെയ്യാനുള്ള എബിലിറ്റി സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സ്വന്തമായൊരു ജോലിയും വരുമാനവും മാത്രമാണ് അതിനുള്ള ഏക വഴി. ഏതെങ്കിലും ഒരു വാഹനം, കുറഞ്ഞ പക്ഷം ഒരു സൈക്കിളെങ്കിലും നിങ്ങൾ ഓടിക്കാൻ പഠിച്ചിരിക്കണം. അത് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുമെന്ന് മാത്രമല്ല, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് സെൽഫ് ഡ്രൈവിംഗ് നൽകുന്ന ധൈര്യവും ആത്മവിശ്വാസവും അപാരമായിരിക്കും. ഒറ്റയ്ക്കായാലും ജീവിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നിരവധി ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടി തോന്നുമെങ്കിൽ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം. പക്ഷേ അയാൾ ഒരു പാർട്ട്ണർ ആയിരിക്കണം. അല്ലാതെ നിങ്ങളുടെ അധികാരി ആകാൻ സമ്മതിക്കരുത്. കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറിയാലുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ സ്വന്തം വീട്ടുകാർ ആദ്യ പിടിക്കും. കുടുംബത്തിന്റെ ആധാരം പണയം വെച്ചിട്ടും അവർ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലും തൂക്കത്തിലും സ്വർണമോ പണമോ അവരുടെ സന്തോഷത്തിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ടൊക്കെ തരാൻ ശ്രമിക്കും. ഒരു സന്തോഷവും സമ്മാനവുമല്ല, സ്ത്രീധനമാണ് ഡൗറി. അത് രാജ്യത്ത് നിരോധിച്ചതാണ്. കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ്. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കന്മാരെ വേണ്ട എന്ന് പെൺകുട്ടികൾ ഇനിയെങ്കിലും സ്വയം തീരുമാനിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്ക് വേണ്ടി ചെക്കനെ നോക്കുന്ന, അളന്നു തൂക്കി നിങ്ങളെ വിൽക്കാൻ ശ്രമിക്കുന്ന കുടുംബക്കാരോട് ഞാൻ അങ്ങനെ തൂക്കി വിൽക്കാനുള്ള ഒരു മുതലല്ല എന്ന്, മജ്ജയും മാംസവും ആത്മവിശ്വാസവും ഉള്ള ഒരു പെണ്ണാണെന്ന് പറയാൻ നിങ്ങൾ തന്നെ ധൈര്യം കാണിക്കണം. ഇതായിരുന്നു കുറിപ്പ്.